നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ പറ്റിയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അറിഞ്ഞിരിക്കുക, 1964 ഇന്ത്യയിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. CBI സ്ഥാപിതമായതും ഈ വർഷം തന്നെയാണ്. അറിഞ്ഞിരിക്കുക, CBI അല്ലേ, CBI സ്ഥാപിതമായതും വർഷം 1964. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷമാണ് 1964. ഓക്കെ അല്ലോ. ആസ്ഥാനം പറയുകയാണെങ്കിൽ ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഓക്കെ, ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്ന പേരാണ് സദാർത്ഥ ഭവൻ. അറിഞ്ഞിരിക്കുക, സദാർത്ഥ ഭവനാണ് ആസ്ഥാന മന്ദിരം എന്ന് അറിഞ്ഞിരിക്കുക. ഇനി സെൻട്രൽ വിജിലൻസ് കമ്മീഷനിൽ 3 പേരാണുള്ളത്, തെറ്റിപ്പോകരുത്. 3 പേരെന്ന് പറയുമ്പോൾ ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങി 3 പേരാണ് ഉള്ളത്. ഇനി അംഗങ്ങളുടെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. തെറ്റിപ്പോകരുത്, ഒരു മാറ്റമുള്ളൊരു കാലാവധിയാണ് അല്ലേ. ഇതുവരെ നമ്മൾ പഠിച്ച പോലെ 3, 5, 6 ഒന്നുമല്ല. 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് കാലാവധി. അറിഞ്ഞിരിക്കുക. ഇനി ഇന്ത്യയുടെ ആദ്യ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ ആരായിരുന്നു ആദ്യ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ? N. ശ്രീനിവാസ റാവു ആയിരുന്നു ആദ്യ വിജിലൻസ് കമ്മീഷണർ എന്ന് അറിഞ്ഞിരിക്കുക. സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ നിർദ്ദേശിച്ച കമ്മിറ്റി എന്ന് ചോദിച്ചാൽ സന്താനം കമ്മിറ്റിയാണ്. എന്ന് വെച്ചാൽ സന്താനം കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നിരിക്കുന്നത്. നമ്മൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ പറ്റിയാണ് പറഞ്ഞത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാലും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ചോദ്യങ്ങളുണ്ടാവും. താങ്ക്